പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ 2-3 പുതിയ കോഴ്സുകൾ തുടങ്ങുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. PTM കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോളേജുകളുടെ പശ്ചാത്തല വികസനത്തിന് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗം മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിലാണ്. കേരളം സമീപഭാവിയിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ അന്തർദേശീയ ഹബ്ബായി മാറുമെന്നും വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ കൂടുതലായി ഇവിടെ പഠിക്കാനെത്തുമെന്നും മന്ത്രി പറഞ്ഞു. സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷനായിരുന്നു. കോളേജിൽ നടപ്പാക്കുന്ന 50 പരിപാടികളുടെ പ്രഖ്യാപനം നഗരസഭാ ചെയർമാൻ P. ഷാജി നിർവഹിച്ചു. അലുമിനി ഡാറ്റാ ബാങ്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ പച്ചേരി ഫാറൂഖ്, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഫ്സൽ ജമാൽ, കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ P. സുശാന്ത്, കോളേജ് യൂണിയൻ ചെയർമാൻ K. സഫ്വാൻ, അലുമിനി പ്രസിഡന്റ് U. അബ്ദുൽ കരീം, PTA വൈസ് പ്രസിഡന്റ് EP. രാഘവൻ, ഡോക്ടർ P. ഫൈസൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ V. ബാബുരാജ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോളേജിനകത്തും പുറത്തുമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.